ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ശ്ലീഹകാലം 6-ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ആഴ്ചയിലെ നമ്മുടെ ഞായറാഴ്ചത്തെ വായന, ഒന്നാം വായന ലേവ്യരുടെ പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ പറയുന്ന കാര്യങ്ങൾ ഈ അഹ്റോനെയും പുത്രന്മാരെയൊക്കെ അഭിഷേകം ചെയ്ത് തൈലം പൂശി അവരെ ശുശ്രൂഷയ്ക്കായിട്ട് മോശ നിയോഗിക്കുന്ന രംഗമാണ്. അതിനു വേണ്ടിയിട്ട് കർത്താവ് മോശയോട് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, വസ്ത്രങ്ങൾ, അഭിഷേക തൈലം, പാപപരിഹാര ബലിക്കുള്ള കാള, 2 മുട്ടാടുകൾ, 1 കുട്ട പുളിപ്പില്ലാത്ത അപ്പം എന്നിവയോടുകൂടി അഹ്റോനെയും പുത്രന്മാരെയും കൊണ്ടുവരിക. സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ സമൂഹത്തെ ഒന്നിച്ചു കൂട്ടുക. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ സമൂഹത്തെ ഒന്നിച്ചുകൂട്ടി. അപ്പോൾ മോശ സമൂഹത്തോട് പറഞ്ഞു, ഇങ്ങനെ ചെയ്യണമെന്നാണ് കർത്താവ് കൽപ്പിച്ചത്. അനന്തരം മോശ അഹ്റോനെയും പുത്രന്മാരെയും മുൻപോട്ട് കൊണ്ടുവന്ന് അവർ വെള്ളം കൊണ്ട് കഴുകി അഹ്റോനെ കുപ്പായമണിയിച്ച് അരപ്പട്ട കെട്ടി മേലങ്കി ധരിപ്പിച്ചു. അതിനു മീതെ എഫോദ് അണിയിച്ചു. എഫോദിൻ്റെ വിദഗ്ധമായി നെയ്തെടുത്ത പട്ട അവൻ്റെ അരയിൽ ചുറ്റി. പിന്നീട് ഉരസ്ത്രാണം ധരിപ്പിച്ചു. അതിൽ ഉറീമും തുമ്മീമും നിക്ഷേപിച്ചു. തലപ്പാവ് ധരിപ്പിച്ചതിൻ്റെ മുൻവശത്തായി കർത്താവ് കൽപ്പിച്ചിരുന്നതുപോലെ വിശുദ്ധ കിരീടമായി പൊൻതകിട് ചാർത്തി. അനന്തരം അഭിഷേക തൈലമെടുത്ത് കൂടാരവും അതിലുള്ളതൊക്കെയും അഭിഷേകം ചെയ്ത് വിശുദ്ധീകരിച്ച് കുറച്ചെടുത്ത് ബലിപീഠത്തിൽ 7 പ്രാവശ്യം തളിച്ചു. ബലിപീഠവും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും ക്ഷാളനപാത്രവും അതിൻ്റെ ചുവടും അഭിഷേകം ചെയ്ത് വിശുദ്ധീകരിച്ചു. പിന്നീട് ശിരസിൽ തൈലാഭിഷേകം ചെയ്ത് അഹ്റോനെ വിശുദ്ധീകരിച്ചു. കർത്താവ് കൽപ്പിച്ചിരുന്നതുപോലെ മോശ അഹ്റോൻ്റെ പുത്രന്മാരെയും മുൻപോട്ട് കൊണ്ടുവന്ന് കുപ്പായം അണിയിക്കുകയും അരപ്പട്ട് കെട്ടുകയും തൊപ്പി ധരിപ്പിക്കുകയും ചെയ്തു. ഈ ലേവ്യരുടെ പുസ്തകത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ 8-ാം അധ്യായത്തിൽ പറയുന്നത് പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാവുന്നതാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ ഓരോ വസ്ത്രത്തെക്കുറിച്ചും തലപ്പാവിനെക്കുറിച്ചുമുള്ള കാര്യങ്ങളാണ്. ഈ വസ്ത്രത്തിലും തലപ്പാവിലുമൊക്കെ എന്താണ് ഉണ്ടായിരിക്കേണ്ടത്? അഹ്റോനെയും മക്കളെ ധരിപ്പിക്കുന്ന വസ്ത്രത്തിൽ ഇസ്രായേൽ ഗോത്രങ്ങളുടെ പേരുകൾ 12 ഗോത്രങ്ങളുടെ പേരുകൾ 2 പ്രാവശ്യമായിട്ട് എഴുതി വയ്ക്കണം. എഫോദിൻ്റെ തോൾവാറിൽ 2 ഭാഗത്തുമായിട്ടും ഉരസ്ത്രാണം നെഞ്ചത്ത് ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ അതിലും സ്വർണ്ണത്തകിടിൽ മരതക കല്ലുകളിലൊക്കെ എഴുതി പതിച്ചു വെക്കണമെന്നാണ്. ഈ വസ്ത്രങ്ങളാണ് അവരെ ധരിപ്പിക്കേണ്ടത്. ഇതെല്ലാം ധരിപ്പിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മോശയുടെയും മക്കളുടെയും ദൗത്യ നിർവഹണം, പൗരോഹിത്യ ശുശ്രൂഷ എന്താണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഈ ജനത്തിന് വേണ്ടിയാണ്. ഈ ജനത്തിൻ്റെ ന്യായവിധിയാണ് അവർ നെഞ്ചിൽ വഹിക്കുന്നത് എന്ന് 28-ാം അധ്യായത്തിൽ പറയും. അതുപോലെ പിന്നീട് പ്രഭാഷകൻ്റെ പുസ്തകം 45-ാം അധ്യായത്തിൽ അതൊക്കെ തന്നെ പറയും. അങ്ങനെ ഈ വസ്ത്രങ്ങൾ ധരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം അവരുടെ ആ ശുശ്രൂഷ ദൗത്യം ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്നാണ്. അതുപോലെ തൊപ്പി ധരിപ്പിച്ചു, തലപ്പാവ്, അതിന്മേൽ വിശുദ്ധി അല്ലെങ്കിൽ സമർപ്പിതൻ എന്ന് എഴുതി വയ്ക്കണമെന്നാണ്. അത് സ്വർണ്ണത്തകിടിന്മേൽ. അതായത് ഇവർ എന്തിനു വേണ്ടിയിട്ട് ഈ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ടു? അഹ്റോൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയുന്നത് ജനത്തെ നയിക്കാൻ വേണ്ടി, ജനത്തെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിൻ്റെ വഴികൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ജനത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ അവൻ സ്വയം ഇപ്രകാരം വിശുദ്ധനായിരിക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വഴിയെ ചലിക്കുന്നവനാകണം. വിശുദ്ധി എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ അർത്ഥമാക്കുന്നത് എപ്പോഴും ദൈവത്തിൻ്റെ വഴിയെ ചലിക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ ദൈവത്തെ പോലെ പ്രവർത്തിക്കുന്നതിനെയാണ് വിശുദ്ധിയുടെ വഴിയെ അല്ലെങ്കിൽ വിശുദ്ധീകരിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഈ അഹ്റോനും അവൻ്റെ മക്കളും ഇപ്രകാരം ദൈവത്തെ പോലെ പ്രവർത്തിക്കാനായിട്ട്, പ്രതികരിക്കാനായിട്ട്, ദൗത്യ നിർവഹണം നടത്താനായിട്ട് പ്രാപ്തരായിരിക്കണം, തയ്യാറായിരിക്കണം. ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം അവരെ ധരിപ്പിക്കുന്നത്. ഇനി ഇത് ആരാണ് ധരിപ്പിക്കുന്നത് നോക്കുക. അത് മോശയാണ് ധരിപ്പിക്കുന്നത്. ഈ മോശയെക്കുറിച്ച് പറയും ദൈവത്തിൻ്റെ അരൂപി ചൈതന്യം അവൻ്റെ മേലുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ദൈവം മോശയാണ് ആദ്യമായിട്ട് ജനത്തെ നയിക്കാനായിട്ട് തിരഞ്ഞെടുത്തത്. ഇത് ഈ വേദിയിൽ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിൽ എപ്രകാരം ഈ അൽമായ ദൗത്യം, നമ്മൾ അൽമായെന്ന് വിളിക്കുമ്പോഴും ദൈവചൈതന്യം എല്ലാവരുടെ മേലുമുണ്ട്, പുരോഹിതരുടെ മേൽ മാത്രമല്ല. അപ്പോൾ ഈ ചൈതന്യം ദൈവം ആരെയാണ് ആദ്യം ഏൽപ്പിച്ചത്? അവിടെ ഒരൽമായൻ അല്ലെങ്കിൽ പുരോഹിതനല്ലാത്തവനെയാണ്. മോശയ്ക്ക് യഥാർത്ഥത്തിൽ ദൈവം ഈ സമാഗമ കൂടാരത്തിൽ
ശുശ്രൂഷ ചെയ്യാൻ അനുവാദം കൊടുത്തിരുന്നില്ല, ലേവ്യർക്ക് കൊടുത്തിരുന്നില്ല. അത് അഹറോനും അവൻ്റെ മക്കൾക്ക് മാത്രമാണ്. അതേ സമയത്ത് അഹറോനെ ശുശ്രൂഷയിൽ സഹായിക്കാനായിട്ടാണ് ലേവ്യരെ നിയോഗിച്ചത്. അവർ ബലിപീഠത്തെയോ ബലിവസ്തുക്കളെയോ സമീപിക്കുക പോലും ചെയ്യരുത്, സമീപിച്ചാൽ അവർ മരിക്കുമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരിക്കലും ഈ മോശ ബലിയർപ്പണത്തിനായിട്ട് തുനിഞ്ഞിട്ടില്ല, കാരണം അവനെ അനുവദിച്ചിട്ടില്ല. അതേ സമയത്ത് സമൂഹത്തെ നയിക്കുന്ന എപ്പോഴും മോശയാണ്. ദൈവത്തിൽ നിന്ന് സന്ദേശം സ്വീകരിച്ച് മോശയാണ് അഹ്റോനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. വളരെ ചുരുക്കമായിട്ട് അഹ്റോനോടും മക്കളോടും ദൈവം സംസാരിക്കാറുള്ളൂ. ഇത് നമുക്ക് വലിയൊരു പാഠമായിരിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് പൗരോഹിത്യ ജീവിതം നയിക്കുന്നവർക്ക്. കാരണം എന്താണ്? നമ്മൾ വിചാരിക്കുന്നത് ഒരുപക്ഷെ നമ്മളാണ് എല്ലാം ചെയ്യേണ്ടത്, നമ്മുടെ കീഴിൽ കിടക്കേണ്ടവരാണ് നമ്മുടെ അൽമായ വിശ്വാസികളെന്നാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം അങ്ങനെയല്ല. ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ ഈ അൽമായ വിശ്വാസികളാണ് ജനത്തെ നയിക്കാനുള്ളത്. പക്ഷെ അവരിൽ ദൈവ ചൈതന്യം ഉണ്ടാകണമെന്ന് മാത്രം. അതുകൊണ്ട് ആർക്കും നയിക്കാമെന്നുള്ളതല്ല, ദൈവത്തിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ട് അവർ ഈ സമൂഹത്തെ നയിക്കണം. സ്വാഭാവികമായിട്ട് അവരാണ് ഈ ജനത്തിന് വേണ്ടിയിട്ട് ആത്മീയമായ ഉപദേശം കൊടുക്കാൻ, അതുപോലെ അവർക്ക് വേണ്ടി പാവപരിഹാരത്തിലുള്ള ബലിയർപ്പിക്കാനൊക്കെ ആയിട്ട് പുരോഗതിയൊക്കെ വേണ്ട രീതിയിൽ ഒരുക്കേണ്ടതും നയിക്കേണ്ടതുമൊക്കെ അവർ തന്നെയാണ് എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് നമ്മളൊരു പക്ഷേ വളരെ വ്യത്യസ്തമായ രീതിയിൽ, വേറിട്ട രീതിയിൽ ചിന്തിച്ചെങ്കിൽ മാത്രമേ ഈ സഭാ സമൂഹത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമാകാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. ശരിയായ രീതിയിൽ ദൈവം പറഞ്ഞ രീതിയിൽ നമുക്ക് ഈ സമൂഹത്തെ നയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ വീണ്ടും പറയും, ഈ അഹ്റോനും മക്കൾക്കും ഒക്കെ കൊടുത്തിരിക്കുന്ന പൗരോഹിത്യം അത് കർത്താവിൻ്റെ പൗരോഹിത്യം തന്നെയാണ്. അതേക്കുറിച്ച് പ്രഭാഷകൻ്റെ പുസ്തകം 45:6 പറയുന്നത് എന്താണത്? ജനത്തിൻ്റെ പൗരോഹിത്യം എന്നാണ്. അല്ലെങ്കിൽ ജനത്തിന് കൊടുത്ത അതേ പൗരോഹിത്യം തന്നെയാണ് ഇവർക്കും കൊടുക്കുന്നത്. പക്ഷെ അവരുടെ ദൗത്യം വ്യത്യസ്തമാണ്. ആ ദൗത്യം എന്ന് പറയുന്നത് ഈ ജനത്തെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഈ ജനത്തെ ദൈവത്തിൻ്റെ വഴിയിലൂടെ നടത്താൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ വായനയിൽ കൊരിന്ത്യർ ലേഖനമാണ്, 1 കൊറിന്ത്യർ 1:26-31. അവിടെ പറയുന്നത്, പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെപ്പറ്റി തന്നെ ചിന്തിക്കുവിൻ. ലൗകിക മാനദണ്ഡം അനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമല്ല, ശക്തരും കുലീനരും അധികമല്ലെങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു. ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയെയും, നിലവിലുള്ളവയെ നശിപ്പിക്കാൻ വേണ്ടി ലോകദൃഷ്ടിയ നിസ്സാരങ്ങളായവയും അവഗണിക്കപ്പെട്ടവരെയും ഇല്ലായ്മയെ തന്നെ ദൈവം തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കാനാണ് അവിടുന്ന് ഇങ്ങനെ ചെയ്തത്. ഈശോ മിശിഹായിലുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടെ നിന്നാണ്. ചുരുക്കത്തിൽ ദൈവസന്നിധിയിൽ നമ്മൾ ആരും അഹങ്കരിക്കാൻ പാടില്ല. ഒന്നാമത്തെ വായനയിൽ മോശയെക്കുറിച്ചും അതുപോലെ അഹ്റോനെക്കുറിച്ചും അവൻ്റെ മക്കളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ആരും ഒന്നിലും അഹങ്കരിക്കാൻ പാടില്ല. മോശ പറയാൻ പാടില്ല, ഞാനാണ് ദൈവത്തിൻ്റെ ചൈതന്യം സ്വീകരിച്ച വ്യക്തിയെ, ഞാനാണ് ഈ സമൂഹത്തെ നയിക്കേണ്ടത് എന്ന് മോശ അഹങ്കരിക്കരുത്. അഹ്റോനും അഹങ്കരിക്കരുത്, എനിക്ക് മാത്രമേ ബലിപീഠത്തിൻ്റെ സമീപത്ത് ചെല്ലുവാനുള്ള അവകാശമുള്ളൂ, ഞാനാണ് കർത്താവിൻ്റെ പൗരോഹിത്യം വഹിക്കുന്നതെന്നൊന്നും അവന് അഹങ്കരിക്കാൻ പാടില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ ശിഷ്യഗണമെന്ന് പറയുമ്പോൾ ഇപ്രകാരം അഹങ്കരിക്കുന്നത് കർത്താവിലായിരിക്കണം. കർത്താവാണ് എന്നെ നയിക്കുന്നത്, കർത്താവിൻ്റെ ചൈതന്യമാണ് എന്നിലുള്ളത്, ആ ചൈതന്യം എന്നിൽ നിന്ന് പിൻവലിക്കരുത് എന്ന് സങ്കീർത്തകനെ പോലെ നമ്മൾ നിരന്തരം പറയാനായിട്ട് ഇടവരണം. കർത്താവെ, അങ്ങയുടെ ആത്മാവിനെ, അങ്ങയുടെ ചൈതന്യത്തെ എന്നിൽ നിന്ന് പിൻവലിക്കരുത്. ആ ചൈതന്യം പിൻവലിക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ രോഗികളായിത്തീരും. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാം, അഹ്റോനും മിറിയാമും കൂടെ കൂടിയിട്ട് മോശയ്ക്കെതിരെ പിറുപിറുക്കുന്നുണ്ട്. ആ പിറുപിറുപ്പ് ദൈവം കേട്ടു എന്നാണ് പറയുന്നത്. അതിനുശേഷം എന്തുണ്ടായി? പിറുപിറുപ്പോടുകൂടി അവർക്ക്, അല്ലെങ്കിൽ മിറിയാമിന് കുഷ്ഠം പിടിപെട്ടു എന്നാണ് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ അഹങ്കരിക്കുന്നതോട് കൂടിയിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ചൈതന്യം നമ്മളിന്ന് വിട്ടുപോയാൽ പിന്നെ നമ്മൾ രോഗികളായിത്തീരുമെന്നുള്ളതാണ്. ചുരുക്കത്തിൽ ആ രോഗമെന്ന് പറയുന്നത് നമ്മുടെ ശാരീരികമായ രോഗം മാത്രമല്ല, അതിലുപരിയായിട്ട് നമ്മൾ ചെയ്യരുതാത്തൊക്കെ ചെയ്യും, തെറ്റായ വഴിയിലൂടെ പോകുമെന്നുള്ളതാണ്. മൂന്നാമത്തെ വായന സുവിശേഷം, മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 27 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ്. ഈശോ അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ 2 അന്ധന്മാർ, ദാവീദിൻ്റെ പുത്രാ, ഞങ്ങൾ കനിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്ധന്മാർ അവൻ്റെ സമീപം വന്നു. ഈശോ അവരോട് ചോദിച്ചു, എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഉവ്വ് കർത്താവേ എന്ന് അവർ മറുപടി പറഞ്ഞു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ച് അവരുടെ കണ്ണുകൾ തുറന്നു. ഇതാരും അറിയാനിടയാകരുതെന്ന് ഈശോ അവരോട് കർശനമായി നിർദ്ദേശിച്ചു. എന്നാൽ അവർ പോയി അവൻ്റെ കീർത്തി നാടെങ്ങും പരത്തി. പിന്നീട് ഓരോരോ രോഗമുള്ളവരെ കൊണ്ടുവരുന്നു, അവരെ സുഖപ്പെടുത്തുന്ന കാര്യമാണ്. ഇവിടെ പ്രത്യേകമായിട്ടൊരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. ഈശോ അവരോട് ചോദിക്കുകയാണ്, അന്ധന്മാരോട്. ഈശോ അവരോട് ചോദിച്ചു, എനിക്കിത് ചെയ്തു തരാൻ
കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഉവ്വ് കർത്താവേ. ഈ കർത്താവെ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ഓർക്കണത് പഴയ നിയമത്തിൽ ഇസ്രായേലിൻ്റെ ദൈവത്തിന് ദൈവം തന്നെ കൊടുത്ത പേരാണ് കർത്താവ്. നിങ്ങളുടെ ദൈവമായ കർത്താവ്. എല്ലാ ഗോത്രങ്ങൾക്കും എല്ലാ ജനതകൾക്കും അവരവരുടേതായ ദേവീദേവന്മാരുണ്ട്, അവർക്ക് പേരുകളുമുണ്ട്. ചിലർക്ക് ബാൽദേവൻ, ചിലർക്ക് അക്ഷേരാദേവത, ഇങ്ങനെ പലതും. അപ്പോൾ അങ്ങനെയുള്ള ആ ഗോത്രദൈവങ്ങൾക്കെല്ലാം ഇടയിൽ നിന്ന് കർത്താവായ ദൈവം, ഇസ്രായേലിൻ്റെ ദൈവം പറയുകയാണ് എൻ്റെ പേര് കർത്താവ് എന്നാണ്. അതുകൊണ്ട് ഇവനിവിടെ കർത്താവെ എന്ന് ഈശോയെ വിളിക്കുമ്പോൾ വലിയൊരു പ്രഖ്യാപനമാണ് നടത്തുന്നത്. അതായത് എൻ്റെ എല്ലാമായ, എന്നെ നയിക്കുന്ന, എന്നെ സൃഷ്ടിച്ച് എന്നെ പരിപാലിക്കുന്ന എൻ്റെ ദൈവമാണ് നീ എന്നായി പറയുന്നത്. അത്രയും വലിയ വിശ്വാസത്തോടു കൂടിയിട്ടാണ് അവൻ വരുന്നത്. അതുകൊണ്ടാണ് ഈശോ അവരോട് പറയുന്നത് നിങ്ങളുടെ പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കണ്ണിൽ തൊടുന്നു. അതായത് എല്ലാം ചെയ്യാൻ കഴിവുള്ള ദൈവമായിട്ട് നിങ്ങളെന്നെ കാണുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ആ വിശ്വാസം തീർച്ചയായിട്ടും വലുതാണ്. അതുപോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്നാണ് പറഞ്ഞത്. നമ്മൾ ഈ കർത്താവേ കർത്താവേ എന്ന് പറയുമ്പോൾ കർത്താവ് തന്നെ പറയും, അങ്ങനെ എന്നെ വിളിക്കുന്നവരല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിർവഹിക്കുന്നവരാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ. നമ്മൾ ഈ അന്ധന്മാരെ പോലെ എൻ്റെ കർത്താവെ, ഉവ്വ് കർത്താവെ നിനക്കത് കഴിയുമെന്ന് പറയുമ്പോൾ ഓർക്കണം, ദൈവമേ നീ തന്നെ ദൈവമാണ്, ദൈവമായി നിനക്ക് ഇതെല്ലാം കഴിയുമല്ലോ എന്ന് പറയുമ്പോൾ ഈശോ നമ്മളോട് പറയും നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന്. പലപ്പോഴും നമ്മൾ ഈശോയെ കേവലം ഒരു പുണ്യവാനെ പോലെയൊക്കെ ആയിരിക്കും കാണുന്നത്. അതല്ല, ഈശോ ദൈവമാണ്. ഈ ദൈവത്തിൻ്റെ മുമ്പ് നമുക്ക് നമ്മളെ തന്നെ നമ്മുടെ നിസ്സാരത ഏറ്റുപറഞ്ഞ് കർത്താവെ എന്നിൽ കനിയണോ എന്ന് പറയാനായിട്ട് സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ ശ്ലീഹക്കാലത്ത് നമുക്ക് നമ്മുടെ ദൗത്യ നിർവഹണത്തിനായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഈ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. കർത്താവെ, അങ്ങാണ് എന്നെ പരിപാലിക്കുന്നത്, അങ്ങാണ് എൻ്റെ പ്രകാശം, അങ്ങാണ് എന്നെ നയിക്കുന്നതെന്ന് പറയാൻ കഴിയണം. അവൾ അവിടെ നിന്ന് പറയും നിൻ്റെ വിശ്വാസം പോലെ നിന്നിൽ ഭവിക്കട്ടെ. നമുക്ക് തീർച്ചയായിട്ടും കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികളെല്ലാം നമുക്ക് അടയാളങ്ങളാണ്. ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷകൻ്റെ പ്രവൃത്തികളാണ്. അതുകൊണ്ട് ഈശോ തന്നെയാണ് രക്ഷകനെന്നും ആ രക്ഷകൻ്റെ വഴിയാണ് ഈ ലോകത്തെ രക്ഷിക്കാനുള്ള ഏക വഴിയെന്നും നമ്മൾ വിശ്വസിച്ചേ മതിയാകൂ. അതേറ്റു പറഞ്ഞേ മതിയാകൂ. അത് മറ്റുള്ളവരോട് നമ്മൾ ധൈര്യപൂർവ്വം പറഞ്ഞേ മതിയാകൂ. നാണിച്ചു പിന്മാറുന്നവരെ കർത്താവ് ഉപേക്ഷിക്കും, കർത്താവും അവരെ പ്രതി നാണിക്കും. എൻ്റെ നാമത്തെ പ്രതി, അല്ലെങ്കിൽ എൻ്റെ നാമം നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റു പറയുന്നില്ലെങ്കിൽ മനുഷ്യരുടെ മുമ്പിൽ നിങ്ങളെ ഞാൻ ഏറ്റുപറയില്ല. വളരെ വ്യക്തമാണ് കർത്താവിൻ്റെ നിലപാട്. അതുകൊണ്ട് നമുക്ക് ഏറ്റുപറയാൻ, കർത്താവെ അങ്ങിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളെ സുഖപ്പെടുത്തണമേ. കർത്താവ് പറയും നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ, നിങ്ങൾക്ക് സുഖമുണ്ടാവട്ടെ എന്ന്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.